മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എഴുന്നേറ്റ് ആമാടപ്പെട്ടിയൊക്കെ അരിച്ച് പെറുക്കി തിന്നുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. ആമാടപ്പെട്ടി എന്ന് പറയുന്നത് സ്നാക്സ് ബോക്സ് ആണ്. അതിനെയൊക്കെ വാരി വലിച്ച് തിന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ വേണമെന്നില്ല. ഇതുപോലെ എന്തെങ്കിലും ചപ്പൻ ചോറൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. ഒരു കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ സുഖമായി കേട്ടോ. എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പുട്ടും ഇന്നലത്തെ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു. അമ്മ നല്ല കാര്യമായിട്ട് വെള്ളത്തിനാണ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ചിക്കൻ കറി വെച്ച് കഴിച്ചു. അപ്പോഴേക്കും രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ചിക്കൻ ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ട് വന്നു. അമ്മ ഇന്നാളെ ഉണ്ടാക്കിയില്ലേ മുഴുവനെ വെച്ചിട്ടുള്ള ചിക്കൻ, വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ നാടൻ കോഴി ആയത് വാങ്ങിയത് കൊണ്ട് വേദ ഒരു ശകലം പോലും ആ കോഴി തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് കറി എന്തോ ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാനൊക്കെ ഇന്ന് ഉറക്കെണീറ്റ് വരും മുന്നേ തന്നെ അച്ഛൻ ചിക്കനെല്ലാം വാങ്ങിച്ചിട്ട് വന്നു വേദയ്ക്കാണെന്ന് പറഞ്ഞിട്ട് പാവം കേട്ടോ. വേദ ഈ നാടൻ കോഴി ചിക്കനൊന്നും വേദയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ബ്രോയിലർ ചിക്കൻ തന്നെയാണ് ഇഷ്ടം. അതേ അവൾ കഴിക്കത്തുള്ളൂ. ഇവിടെ നേട്ടയത്ത് വന്നാൽ പിന്നെ എപ്പോഴും ചിക്കൻ തന്നെയാണ്. ഞാൻ അവിടെ വീട്ടിൽ അങ്ങനെ ചിക്കൻ അധികം വാങ്ങാറില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് എടുക്കുന്നു എന്നല്ലാണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ, കാരണം 30-15 ദിവസവും ഇവിടെയാണ്, ബാക്കി 15 ദിവസം എവിടെ ഉള്ളൂ. അപ്പോൾ 15 ദിവസത്തിലും വേറെ ചിക്കൻ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പിന്നെ ചിക്കനൊന്നും അങ്ങനെ വാങ്ങാത്തത്. പിന്നെ ഏട്ടൻ സൺഡേ എങ്ങാനും നിൽക്കുകയാണെങ്കിൽ ഏട്ടന് ഇഷ്ടം പോത്താണ്, പോത്തേ വാങ്ങത്തുള്ളൂ. അതുകൊണ്ട് അവിടെ അങ്ങനെ ചിക്കൻ വാങ്ങിയപ്പോൾ കുറവാണ്. ഇവിടെ വന്നാൽ എപ്പോഴും ചിക്കൻ തന്നെ കേട്ടോ. ഇത് വേറെ എന്താ അവൾ മറ്റേ ജെന്നി ഫാനാണ്, ബ്ലാക്ക് പിങ്കിൽ. അങ്ങനെ ജെന്നിയുടെ ഡാൻസ് എന്തൊക്കെ ഇട്ട് കാണിക്കാം കേട്ടോ, കളിക്കാം കേട്ടോ. ഇതൊന്നും നമുക്കറിയത്തില്ല. ഇതൊക്കെ വേറെ പറയുന്നത് കേട്ടിട്ടാണ് ജെന്നി ബ്ലാക്ക് പിങ്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഭയങ്കര ഇഷ്ടമാട്ടോ കേട്ടോ. കണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് പഠിത്തവും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പോർഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. 7th സ്റ്റാൻഡേർഡ് അല്ലേ, ഇനി അങ്ങോട്ട് ഹയർ ക്ലാസ്സസിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസാണ് ഇപ്പോഴേ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് വേണ്ടി പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. SS 12 ചാപ്റ്റേഴ്സ് എന്തുകൊണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരങ്ങൊക്കെ വേദ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ്. 12 എന്നുള്ളത് 13 ആവും, 14 ആവും, 15 ആവും, ഒരു ടെക്സ്റ്റ് ഫുൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് വേദയ്ക്ക് പഠിക്കാനുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഡാൻസ് ആട്ടോ. ക്ലാസിക്കലിനോട് വേദയ്ക്ക് അത്ര വലിയ താല്പര്യമില്ല. ഇതൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസിക്കൽ കളിക്കാൻ വിളിക്കുകയാണെങ്കിൽ പറയാം അമ്മ എനിക്ക് പഠിക്കാനുണ്ടമ്മ, ശരിക്കും പഠിക്കാനുണ്ടമ്മ, എനിക്ക് കളിക്കാനുള്ള സമയമില്ല എന്ന് പറയും. എന്നാൽ ഇതൊന്ന് കളിക്കടി എന്ന് പറഞ്ഞാൽ എത്ര സമയം വേണേലും നിന്ന് കളിക്കാം. അങ്ങനത്തെ ഒരു കൊച്ചാട്ടോ വേദ. ഭയങ്കര കളിയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് കളിയടി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഭയങ്കര കളിയാട്ടോ. കുറച്ച് ദേഹമെങ്കിലും അങ്ങനെയെങ്കിലും അനങ്ങട്ടെ എന്ന് കരുതി ഡാൻസ് കളിക്കുന്നതിൽ വേദയ്ക്ക് ഒരു മടിയുമില്ല. ഞാൻ പറഞ്ഞില്ലേ ക്ലാസിക്കലാണ് നമുക്ക് മടി. ഇതാകുമ്പോൾ കളിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ കണ്ട് ഞാൻ കോട്ടുവായിട്ട് നിൽക്കുക കേട്ടോ. രാവിലെ ഇന്ന് ഞാൻ ശരിക്കും 9 മണി വരെ കിടന്നുറങ്ങി. 9 മണിക്ക് ഇനിയും കിടന്നുറങ്ങാമെങ്കിലും ഒന്ന് സമയം നോക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം നോക്കിയപ്പോൾ 9 മണി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ അവിടെ തിരുമല വീട്ടിലായിരുന്നെങ്കിൽ കിടന്നുറങ്ങിയാണ്. ഇവിടെ പിന്നെ അമ്മ കിടന്ന് തന്നെ എടുത്ത് തുടങ്ങുന്നത് ഇറങ്ങി വരുന്നില്ല എന്ന് ചോദിച്ചിട്ട് ബഹളം തുടങ്ങും. മെസ്സേജ് ഇടാക്കും ബഹളമായിരിക്കും. ഇനി അങ്ങനെ ഒരു മെസ്സേജ് ഇനിയിപ്പോൾ ഇടണ്ട എന്ന് കരുതിയിട്ട് ഞാൻ 9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഇറങ്ങി വന്നപ്പോഴേക്കും 10 മണിയൊക്കെ ആയ കേട്ടോ. എന്നിട്ടും ഉറക്കക്ഷീണം, ഒരുപാട് ഉറങ്ങിയാലും നമുക്ക് ഉറക്കക്ഷീണം വരും. അതായത് നമ്മുടെ ചിക്കൻ അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. 12 മണിയൊക്കെ ആയപ്പോൾ മുഴുവനെ വെച്ച് ഇന്ന് അമ്മ കോഴി ഫ്രൈ ചെയ്യാണ്ടാണ്, കുക്കർ ചിക്കനാണ് വെച്ചത് കേട്ടോ. പക്ഷേ ഇന്നത്തെ ചിക്കൻ കൊള്ളത്തില്ലായിരുന്നു. അന്ന് ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ ഇതുപോലെ പുതിയ പരീക്ഷണങ്ങൾ പരീക്ഷിക്കുമ്പോഴാണ് വായിക്ക് വെച്ച് തിന്നാൻ കൊള്ളത്തില്ല. ഇത് ചൗ തോരനാട്ടോ. ചൗ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ലേ, മറ്റേ പപ്പായ പോലെ ഇരിക്കുന്നതിൻ്റെ ചെറിയ സാധനം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ക്യാബേജ് തോരൻ പോലെ ഇരിക്കും. ഈ ക്യാബേജ് തോരനും മീൻകറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ ചൗ തോരനും മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ തോരനും മീൻകറിയും നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ ചൗ തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറുണ്ട്, ചിക്കനുണ്ട്, എല്ലാം ഉണ്ട്. ആവശ്യമുള്ള കറികളൊക്കെ ഉണ്ട്. രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി സാമ്പാറായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അതേപ്പം നമ്മുടെ മുഴുവൻ കോഴി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നതിൽ നല്ല ടേസ്റ്റായിരുന്നു. ഇതും കുഴപ്പമില്ല, എങ്കിലും അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഒന്ന് എന്തോ കഴിച്ചപ്പോഴേ എനിക്ക് തോന്നി. പിന്നീടാണ് അമ്മ പറയുന്നത് അന്നത്തെ ഞാൻ ഫ്രൈ ചെയ്തു, ഇന്നത്തെ ഫ്രൈ ചെയ്തില്ല എന്ന്. അപ്പം മനസ്സിലായി അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ടെന്നുള്ളത്. പെട്ടി പൊട്ടിച്ചപ്പം പറന്നെത്തിയെന്ന് പറഞ്ഞതുപോലെ ചിക്കൻ്റെ മണം അടിച്ചപ്പോഴേക്കും പഠിച്ചുകൊണ്ടിരുന്ന വേദ ഓടി വന്നു കേട്ടോ. വന്നപ്പോൾ അതേ ചിക്കൻ. സന്തോഷമായി വേദയ്ക്ക്. അങ്ങനെ ഇപ്പോൾ കഴിക്കുന്നോടിയെന്ന് ചോദിച്ചപ്പോൾ 12:30 മണിയൊക്കെ ആയി കേട്ടോ. കഴിക്കുന്നോടിയെന്ന് ചോദിച്ചപ്പോൾ കഴിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ചിക്കനെ കട്ടിയാണ്. കഴിഞ്ഞ ദിവസം ചിക്കൻ കട്ട് ചെയ്യാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് നൈഫെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് മുറിച്ചെടുക്കാൻ വലിയ പാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ അൽഫാമൊക്കെ വാങ്ങുമ്പോൾ അവർ സിസേഴ്സ് വെച്ചാണ്, അൽഫാമല്ല ഷവായിയൊക്കെ വാങ്ങുമ്പോൾ അവർ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ വേദയോട് പറഞ്ഞു നീ ഇപ്പോൾ സിസേഴ്സ് എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ സിസേഴ്സ് എടുത്തിട്ട് വന്ന് അത് വെച്ച് കട്ട് ചെയ്തപ്പോൾ നല്ല സിമ്പിളായിട്ട് കട്ടായി വന്നു. സിമ്പിളായിട്ടല്ല എങ്കിലും അന്ന് നൈഫ് വെച്ച് നമ്മൾ മത്സരം പിടിച്ചതിൻ്റെ അത്രയും, ഗുസ്തി പിടിച്ചതിൻ്റെ അത്രയും വന്നില്ല. ഒന്ന് ബലം കൊടുത്തൊന്ന് കട്ട് ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കട്ടായി വന്നിട്ട് നല്ല ഷേപ്പിന് നല്ല കറക്റ്റ് സംഭവമായിട്ട് കിട്ടി. അപ്പോൾ അതിനകത്ത് മുട്ടയെല്ലാം 2 മുട്ടയൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. മുട്ടയെല്ലാം ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് കാഷ്നട്ടും മുന്തിരിയൊന്നും അതിനകത്ത് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു.
അതിൻ്റെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സംഭവം എന്നത് അത്ര പോരായിരുന്നു. അച്ഛൻ പിന്നെ വെജിറ്റേറിയൻ ആണല്ലോ, മത്സ്യമൃഗാദികളെയൊന്നും കഴിക്കത്തില്ല. പക്ഷേ മീനും കഴിക്കും, മുട്ടയും കഴിക്കും. ചിക്കനും മീറ്റും കഴിക്കാത്ത വെജിറ്റേറിയൻ ആണ് അച്ഛൻ. ഇതെന്താ ഇങ്ങനെ കൈയിട്ട് സംഭവം കാണിക്കുന്നതെന്ന് അറിയാം. എന്തോ ഏതൊരു സിനിമയിൽ സംഗതി സീനാവുക എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു വന്നു. അതിനുശേഷം അച്ഛനും വേദം ഇത് തന്നെയാണ് എപ്പോഴും 24 hours സംഗതി സീനാവുക എന്ന് പറഞ്ഞ് 2 കൈ കൊണ്ട് കാണിക്കും. അപ്പം ഇത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, നീ വോയിസ് ഓവർ ചെയ്യുമ്പോൾ വീഡിയോയിൽ എടുത്ത് പറയണത് എന്താണ് സംഭവം എന്നുള്ളത്. ചുമ്മാ ഇരുന്ന് എപ്പോഴെപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാരെടുത്ത് വേറെ എന്തോ കാണിക്കുകയാണെന്ന്. അതുകൊണ്ട് അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ മേക്ക് ഓവർ വീഡിയോ ഇട്ടിരുന്നതിൽ എൻ്റെ ബ്ലൗസ് കുറച്ച് വലുതായി പോയെന്ന് പറഞ്ഞ് കുറച്ച് കമൻസ് ഉണ്ട് കേട്ടോ. അതിന് സത്യം പറയാൻ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും നല്ല ഭംഗിക്കാണ് സാരി ഡ്രൈപ്പിംഗ് ആയാലും മേക്ക് ഓവർ ആയാലും എല്ലാം ചെയ്തത്. ബ്ലൗസ് ചെറിയൊരു ലൂസ് കേട്ടോ. അതിന് 1-2 പേരിങ്ങനെ എന്താ ലൂസായി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടു. അമ്മയുടെ ബ്ലൗസാണോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇട്ടു. അത് ആക്ച്വലി റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അത് ടീന വാങ്ങിയിട്ട് എനിക്ക് കൊണ്ട് തരികയാണ് ചെയ്തത്. പിന്നെ അത് ഇട്ട് നോക്കാനുള്ള സമയം കിട്ടിയില്ല, ഓൾട്ടർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ലൂസ്. അപ്പോൾ അതൊരു കുറ്റമായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്കത് കണ്ടപ്പോൾ, കാരണം അത്രയും ആത്മാർത്ഥതയോടെ നമ്മളത് ചെയ്തിട്ട് അതിലൊരു കുറ്റം പോലെ ആ ബ്ലൗസ് എന്താ വലുതായി പോയേ, എന്ത് പറ്റിയത്, അമ്മയുടെ ബ്ലൗസാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ചെറിയ വിഷമം വന്നു സത്യമായിട്ടും. നിങ്ങൾ ചിലപ്പോൾ അത് ഓർത്തിട്ടായിരിക്കില്ല ചോദിച്ചത്. പക്ഷെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ അത്രയും ഭംഗിയുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാതെ ആ ഒരു ചെറിയ കുറ്റം കണ്ടുപിടിച്ചപ്പോൾ സത്യമായിട്ടൊരു വിഷമം തോന്നി കേട്ടോ. അതിപ്പോൾ എൻ്റെന്നല്ല, ആരുടെ നമ്മൾ ആരുടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു പെർഫെക്ഷനിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കുറ്റം കണ്ടുപിടിക്കണമല്ലോ എന്ന് കരുതി അതെടുത്ത് പറയുമ്പോൾ ആർക്കായാലും അതൊരു വിഷമം തോന്നും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളെ മോശമായിട്ട് പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്, അതിലൊരു കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷമം തോന്നി. അത് ഞാനിവിടെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളേ. കഴിഞ്ഞ പ്രാവശ്യം ചീമയുടെ നമ്മുടെ വളകാപ്പ് ചടങ്ങിനും ഞാൻ സാരി കൊടുത്തത് ശരിയായില്ല. അതൊരിക്കലും ആ കുട്ടിയുടെ കുഴപ്പമായിരുന്നില്ല. അത് എനിക്ക് സമയം കിട്ടിയില്ല. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ആ കുട്ടി വളരെ പെട്ടെന്ന് ഉടുത്തു തന്നു. ഞാനത് കാറിൽ കയറി വലിച്ച് ചുറ്റി എടുത്ത് ഉടുത്തിട്ട് വന്നു, തിരിച്ചതുപോലെ ഉടുത്തിട്ട് പോയി. അങ്ങനെ ആ സാരി പോയതാണ്. അത് ഞാൻ പലവട്ടം ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടും വീണ്ടും സാരി കൊടുത്തത് ശരിയായില്ല എന്ന് പറയും കമൻറ്റ് വന്നു. ആ കുട്ടിക്ക് എത്ര വിഷമമായെന്നറിയാം. ആ കുട്ടിയുടെ ജോലിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരിക്കലും അവളുടെ തെറ്റല്ല എന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടും വീണ്ടും അത് തന്നെയാണ് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരി ഉടുത്തത് ശരിയായില്ല. നമുക്കറിയാം സാരി ഉടുത്തത് ശരിയായില്ല. പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടും ഞാൻ കാണിച്ച കുറച്ച് ആക്രാന്തത്തോടെ ഇതെല്ലാം വാരിപ്പിടിച്ച് പൊക്കി സാരിയൊക്കെ ഉടുത്തിട്ട് വന്ന് കാറിലൊക്കെ ഇരുന്നതിൻ്റെ ഒരു ഇതാണ് വന്നത് കേട്ടോ. ശരി, ഞാനിങ്ങനെ ആ ഒരു വിഷമം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ചീമയാണെങ്കിൽ ഇപ്പോൾ പ്രസവിക്കും, നാളെ പ്രസവിക്കും, ഇന്ന് പ്രസവിക്കും എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ചീമ 2 ദിവസം കൊണ്ടുള്ള ഇരിപ്പ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകണോണ്ട് എന്ന് ചോദിച്ചാൽ അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട. പക്ഷെ നല്ല ക്ഷീണം, എപ്പോഴും കിടക്കണം, ഒട്ടും ഒരു ഉന്മേഷമില്ല, ചിരിയില്ല, സന്തോഷമില്ല, വല്ലാതെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നുകൂടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ സെറ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ സച്ചിൻ്റെ വീട്ടിൽ ക്ലോത്തൊക്കെ കൊണ്ടുപോകണമല്ലോ. സച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുണ്ട് കൊടുത്ത് വിടും, കോട്ടൺ മുണ്ട് കൊടുത്ത് വിടും. അത് ഓൾറെഡി നമ്മൾ ബാഗിൽ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാത്രം, പ്ലേറ്റ്, ഈ സാധനങ്ങളൊക്കെ എടുത്ത് വച്ചു. നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നു, ഞാൻ കണ്ടു. അതൊക്കെ വെക്കേണ്ടേ ശ്രീകുട്ടിയും ചോദിച്ചു. 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പതിയെ എടുത്ത് വയ്ക്കാമെന്ന് കരുതിയിട്ടാണ് എടുത്ത് വയ്ക്കാത്തത്. ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ മുണ്ടൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഇപ്പോഴൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് വെക്കണം. അത് എടുത്ത് വെക്കാൻ അത്രയും സീരിയസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ബാഗിലാണ് മുണ്ടെല്ലാം എടുത്ത് വെച്ചത്. അപ്പോൾ അമ്മയുടെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. പിന്നീട് അമ്മ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് കമൻറ്റിൽ അമ്മ പറഞ്ഞതെല്ലാം കണ്ടു. അപ്പോൾ നമ്മളെല്ലാം എടുത്ത് വെച്ചു എന്നുള്ളത് പറയണേന്ന് പറഞ്ഞു. പിന്നെ അത് പറയാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ ഒരു കോട്ടൺ മുണ്ടൊക്കെ 2-3 എണ്ണം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചോദിക്കും. അതുകൊണ്ട് അതെല്ലാം എടുത്ത് വയ്ക്കുക. പിന്നെ പ്ലേറ്റ്, സ്പൂണ്, തവി, നൈഫ്, തൂക്കുപാത്രം, ഫ്ലാസ്ക്, ബോട്ടിൽ, ഗ്ലാസ്, കപ്പ് എല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. എല്ലാ കാര്യങ്ങളും ഇപ്പം സെറ്റാണ്. ഇപ്പം ചീമയ്ക്ക് പ്രസവിക്കണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടായാലും ഇപ്പം തന്നെ പോകാനെല്ലാം റെഡിയാണ്. ഇനി അമ്മയുടെ ടാബ്ലറ്റ്സ് മാത്രമേ എടുത്ത് വയ്ക്കാനായിട്ടുള്ളൂ. അത് പിന്നെ പോകുമ്പോഴേ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം അമ്മയ്ക്ക് കഴിക്കാനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് വെച്ചാൽ കഴിക്കാനുള്ളത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോകുന്ന സമയം എടുക്കാമെന്ന് പറഞ്ഞ് ടാബ്ലറ്റ്സ് മാത്രമേ ഇനി ബാഗിൽ വയ്ക്കാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ബാഗെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും അടച്ച പൂട്ടിയൊക്കെ വെച്ചു. അപ്പോൾ ഈ പ്ലേറ്റും കപ്പൊന്നും എടുത്ത് വെച്ചത് ഞാൻ കണ്ടില്ല, മുണ്ടൊന്നും എടുത്ത് വെച്ചത് കണ്ടില്ല. അപ്പോൾ ഒന്നുകൂടെയൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞ് എല്ലാമൊക്കെ കാണിച്ചു തന്നു. പിന്നെ അമ്മ ഒരു കോട്ടൺ സാരിയുടെ അലക്കി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കൂടി എടുത്തുകൊണ്ട് വന്നു. ഒരു സേഫ്റ്റി സെൻ അതുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നു. അങ്ങനെ ഇരുന്നപ്പോഴേക്കും കൊറിയർ വന്നു. അമ്മ ഒരു നൈറ്റ് ഡ്രസ്സ് ഓർഡർ ചെയ്തതാണ്. കൊള്ളാം കേട്ടോ. അമ്മയ്ക്ക് ഇട്ടിട്ട് നൈറ്റ് ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല, ഷോർട്ടായിട്ടുള്ള ഒരു ഷോർട്ട് ഡ്രസ്സ് അമ്മയ്ക്ക് ഇട്ടിട്ട് കൊള്ളാം. പക്ഷേ അമ്മയ്ക്ക്
പുള്ളിക്ക് നാണക്കേട്, പുറത്തോട്ട് വരാൻ നാണക്കേട്. അച്ഛൻ പറഞ്ഞു ഇത് ഇട്ടുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ റിട്ടേൺ അയച്ചു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വീട്ടിൽ ഓർഡർ ചെയ്തതിൻ്റെ വേറെ കുറച്ച് കേട്ടോ. എനിക്കത് ഇട്ടപ്പോൾ കൊള്ളാൻ തോന്നി, അങ്ങനെ ഞാൻ കുറച്ച് ഓർഡർ ചെയ്തു. അതിവിടെ നെട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ചീമയ്ക്ക് വിശക്കുന്നു, ഒന്നുമില്ല കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചെന്ന് വീറ്റ് ബ്രെഡ് ഇരുന്നു, അതിനെ ടോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. വീറ്റ് ബ്രെഡ് ആയതുകൊണ്ട് ടോസ്റ്റ് ചെയ്തിട്ട് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. നിറയെ നെയ്യൊക്കെ ഒഴിച്ചു. നെയ്യെന്ന് പറഞ്ഞാൽ ഗുഡ് ഫാറ്റ് എന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് ഒരുപാട് നെയ്യെല്ലാം ഒഴിച്ച് കാര്യമായിട്ട് കഴിച്ചു. അപ്പോഴേക്കും അച്ഛൻ എന്നെ വിളിച്ചിട്ട് അതെ ഞാനൊരു സംഭവം കാണിക്കാൻ പോകുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ സംഭവം, ഞാൻ തുണി മടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സിന് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കിയിട്ട് ആ വീഡിയോ എടുത്ത് എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കൂ. പെട്ടെന്ന് തേക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തേച്ച് മടക്കിയൊക്കെ വയ്ക്കാൻ, ാതെ തേച്ച് മടക്കി വെക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് എന്നെ അതേ പിടിച്ചുകൊണ്ട് വന്ന് ഷർട്ട് എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അച്ഛൻ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. രാവിലെ ഓഫീസിലൊക്കെ പോകുന്ന വൈഫുമാരുണ്ടെങ്കിൽ അവർക്ക് അയൺ ചെയ്തുകൊണ്ടിരിക്കാനുള്ള നേരം ഇല്ലെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്ത ഉടനെ ഇതുപോലെ നല്ലപോലെ തേച്ചിട്ട് കൈ കൊണ്ടൊന്ന് തേച്ചിട്ട് ഇതുപോലെയൊക്കെ മടക്കി വെച്ചാൽ നിങ്ങൾക്ക് ഹസ്ബൻഡുമാർക്ക് നല്ല നീറ്റായിട്ട് ഇട്ടുകൊണ്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ തനിയെ ഇവിടെ വോയിസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് അതൊന്നും കേൾക്കാത്തത്. മൈക്ക് വയ്ക്കാനുള്ളതായിരുന്നു എന്ന് പിന്നീട് എനിക്ക് അച്ഛൻ്റെ ആ ഒരു പറച്ചിൽ, ആ ഒരു നരേഷൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നേ. അങ്ങനെ അതേ അടിപൊളിയായിട്ടൊക്കെ ഉടുപ്പിനെ മടക്കി തേച്ചൊക്കെ കാണിച്ച് തരികയാണ്. ഇത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ഭംഗിക്കൊക്കെ മടക്കണം, ഫുൾ ബട്ടൺസൊക്കെ ഇട്ടിട്ട് വേണം മടക്കാനായിട്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കണ്ടാ നീറ്റായിട്ടിരിക്കുന്ന കണ്ടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ചു ഞാൻ പറഞ്ഞ സൂപ്പർ, വീണ്ടും സംഭവം സീനാണേ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി വന്ന് ഫ്രണ്ടിലിരുന്ന് കാര്യമൊക്കെ പറയാണ്. മഴ പെയ്തില്ലെങ്കിലും ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. മഴയുടെ ചൂട്, മഴ പെയ്യാത്തതിൻ്റെ ചൂട് അകത്തേക്ക് കയറുമ്പോഴുണ്ട്. പുറത്തിരുന്നപ്പോൾ നല്ലൊരു ആശ്വാസം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പുറത്തിരിക്കുകയാണ്. വേദ അച്ഛനതേ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ മുടിയെല്ലാം കെട്ടിക്കൊടുത്തു. ചീപ്പ് വെച്ച് നെഞ്ചത്തുള്ള മുടി വരെ ചീകി വൃത്തിയാക്കി കൊടുക്കുകയാണ്. കണ്ണിനെഴുതി കൊടുക്കുന്നു, പൊട്ട് ഇട്ട് കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വേദയ്ക്ക് സ്നേഹം കൂടി മേക്കപ്പ് ചെയ്യാൻ അച്ഛയാണ് അവളുടെ മേക്കപ്പ് മെഷീൻ എന്ന് പറയുന്നത്, ട്രയൽ മെഷീൻ. അങ്ങനെ അച്ഛൻ ഇരുന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോണ കാര്യവും അവിടെ നിൽക്കുന്ന കാര്യവും കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യവും കുഞ്ഞിന് വരുമ്പോൾ കുഞ്ഞിൻ്റെ പേരിടുന്ന കാര്യവും, ഇതുവരെയും പേരൊന്നും സെറ്റായിട്ടില്ല കേട്ടോ. പേരിടുന്ന കാര്യവും വീട്ടിൽ വന്നാൽ എന്ത് വിളിക്കുമെന്നുള്ളതും വേദയ്ക്ക് കറക്റ്റ് എക്സാം ടൈം കേട്ടോ. എനിക്ക് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനുള്ള സമയവും ഇല്ല, വേദയ്ക്ക് വന്ന് ബേബിയായിട്ട് കളിക്കാനുള്ള നേരമില്ല. അങ്ങനെ അതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ ഓരോ കോപ്രായം കാണിക്കുന്നത് അമ്മയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അത് വീണ്ടും സംഭവം സീനാണ്. ഇത് കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞത് അത് എന്താണെന്നുള്ളത് നീ ആ വോയിസ് കട്ട് ചെയ്തിട്ട് പറയുമ്പോൾ ഒന്ന് പറയണം, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ രാവിലെ ഞാനങ്ങ് വേദയും കൊണ്ട് തിരുമല പോവും. തിരുമല പോയിട്ടെന്താ പിന്നെ ഇനി അടുത്ത് തിരുമല വിശേഷങ്ങളാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.